പിണറായിക്ക് കുരുക്കായി വരികയാണ് ശശിധരൻ കർത്തയുടെ മൊഴി. ആ പണം കൊടുത്തത് പിണറായിയെ ഓർത്ത് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം. നമുക്കറിയാം ഈ കേസ് തുടക്കം മുതൽ തന്നെ പിണറായിയിലേക്ക് എന്നുള്ള ഒരു വേയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നറേഷൻസും അതേ രീതിയിൽ തന്നെയാണ്. സത്യത്തിൽ ഇതിൽ പിണറായി കുടുങ്ങുമോ അതോ മകൾ വീണ കുടുങ്ങുമോ? അല്ല, ആര് കുടുങ്ങുന്നൊന്നും പ്രവചിക്കാൻ ഞാനില്ല. കാരണം പ്രവചനമൊന്നും ഇതിൽ കഥയില്ല. ഒരുപാട് രാഷ്ട്രീയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു രാഷ്ട്രീയ നേതാവ് കുടുങ്ങുന്നതും കുടുങ്ങാതിരിക്കുന്നതും. നമ്മുടെ നാട്ടിലെ അഴിമതിയിൽ കുടുങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ വളരെ കുറവാണ്. ചീത്തപ്പേര് കേട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേസിൽ കുടുങ്ങി ശിക്ഷിക്കപ്പെട്ടത് ഞാൻ കണക്കാക്കുന്നത് കേരളത്തിൽ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരൊറ്റ ആൾ മാത്രമാണ്. ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ 1957 ഗവൺമെന്റ് മുതൽ ഇപ്പോഴുള്ള ഗവൺമെന്റ് അടക്കം നേരിട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ പട്ടിക എടുത്താൽ വളരെ വലുതാണ്. പക്ഷെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇവരാരും. അതിന് പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, പല ഒത്തുതീർപ്പുകളുണ്ട്, പലതുകളുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെതിരെ തന്നെ ലാവ്ലിൻ കേസ് വളരെ ശക്തമായി ഉയർന്നു വന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ചില ഘടകങ്ങളുണ്ട്. ഇപ്പോഴും 40ാമത്തെ തവണയാണ് സുപ്രീം കോടതിയിൽ ആ കേസ് മാറ്റിവെക്കുന്നത്. ആ കേസ് എടുത്താൽ പിണറായി വിചാരണ നേരിടണം എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചാൽ പിണറായി ക്രിമിനൽ കേസ് പ്രതിയായി വീണ്ടും കോടതി, ജില്ലാ കോടതിയിൽ അല്ലെങ്കിൽ സെഷൻ കോടതി പോയി നിൽക്കേണ്ടി വരും. അതാണ് അതിന്റെ അവസ്ഥ. അത് ഇത്രയും കാലം മാറ്റിവെച്ചതിന്റെ പിന്നിൽ ആര് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്, രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പ്രത്യക്ഷമായി ഈ കേസിലേക്ക് വന്നാൽ, ഈ കേസിന്റെ തുടക്കം നമുക്കറിയാം. ഒരു ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ നിന്നാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 182 കോടി രൂപ ഇയാൾ അനാമത്തായി ചെലവാക്കിയിട്ടുണ്ട്, അതിന് ടാക്സ് ഒഴിവ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് CMR ചെല്ലുന്നത്. അപ്പൊ എന്തിനൊക്കെയാണ് കൊടുത്തേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറെ രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തു, മാധ്യമങ്ങൾ കൊടുത്തു. അതിന്റെ കൂടെയാണ് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇയാൾ 2.25 കോടി രൂപയോളം കൊടുത്തു, 2.78 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്നൊരു മൊഴി വരുന്നത്. അപ്പൊ ആ മൊഴി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയാണ്, വീണ തൈക്കണ്ടിയുടെ കമ്പനിയാണ് ഇത് എന്നതാണ് അതിലെ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. അത് എന്നു കൊടുത്തു? കൊടുക്കുന്ന കാലം മുഴുവൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അപ്പൊ ഇത് കൂടുതൽ സന്ദേഹങ്ങൾക്ക് വഴിവെച്ചു. കൂടുതൽ അന്വേഷണം വന്നപ്പോൾ തെളിഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ കമ്പനി ഒരു സേവനവും കൊടുത്തിട്ടില്ല. അത് കൊടുക്കാനുള്ള ശേഷിയൊന്നും ഈ കമ്പനിക്കില്ല. ഇവിടെ ദുർബലമായ കമ്പനിയാണ്, ടെക്നിക്കലി ഫൈനാൻഷ്യലി പൊളിഞ്ഞ ഒരു കമ്പനിയാണ് എക്സാലോജി. എന്നിട്ടും അവരെന്തുകൊണ്ട് പ്രതിമാസം വീണയ്ക്കും പ്രതിമാസം കമ്പനിക്കും പൈസ കൊടുത്തു? 5 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുത്തു. ഇവർക്ക് ലോൺ കൊടുത്തു, ലോൺ തിരിച്ചു മേടിച്ചില്ല. ലോൺ തിരിച്ചടയ്ക്കാനുള്ള പൈസ വീണ്ടും പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ അനധികൃതമായി വലിയൊരു ഫണ്ട് ഇവർക്ക് കൈമാറ്റിയിട്ടുണ്ട്. മറ്റു നേതാക്കൾ കൊടുത്ത പോലെ PV ഉണ്ട്, PK ഉണ്ട്, RC ഉണ്ട്, ഒക്കെ ഉണ്ട്. അവർക്ക് കൊടുത്ത പോലെ അവർക്കൊക്കെ കൊടുത്ത് രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പൊ പിണറായി വിജയനോ രമേശ് ചെന്നിത്തലയോ PK കുഞ്ഞാലിക്കുട്ടിയോ ആണെന്ന് തന്നെ വിചാരിക്കുക, ആണെന്ന് പറയുന്നത്. അവർക്ക് കൊടുത്തത് പാർട്ടികൾക്കുള്ള സംഭാവനയാണെങ്കിൽ അതിലൊന്നും ചെയ്യാനില്ല. ഒരു കമ്പനിക്ക് പാർട്ടിക്ക് സംഭാവന കൊടുക്കുക, അത് നമ്മുടെ നാട്ടിൽ നിയമമുള്ളതാണ്. അവരെ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കാനേ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചോ, പിന്നെ ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തോ, പിണറായി വിജയനോ രമേശ് ചെന്നിത്തലയോ PK കുഞ്ഞാലിക്കുട്ടിയോ എന്തെങ്കിലും ആനുകൂല്യം ഇവർക്ക് കൊടുത്തോ, അത് വേറൊരു അന്വേഷണമാണ്. അപ്പോഴേ ഇത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെ പേരിൽ. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഇങ്ങനെ കൊടുത്തു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് CMRLന്റെ ഒരുപാട് തട്ടിപ്പിടപാടുകളുടെ കഥകൾ പുറത്തു വന്നു. CMRLന്റെ ഇടപാട് എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ഷെൽ കമ്പനികൾ, ഷെൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. ആ സ്ഥാപനങ്ങളുമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവർ പറഞ്ഞത് ചെളി നീക്കാനുള്ള ഒരു കമ്പനി ഉണ്ടാക്കി. 138 കോടി രൂപ ചെളി നീക്കാനുള്ള കമ്പനിക്ക് കൊടുത്തു. എന്ത് ചെളി അവർ നീക്കിയെന്നോ എവിടെ നീക്കിയെന്നോ ഒന്നും ഒരു കണക്കില്ല. അവസാനം അവർ ആ പൈസ എന്ത് ചെയ്തു? ആ കമ്പനിയുടെ അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ആ പൈസ തിരിച്ച് CMRLന് കിട്ടി. ഒരുപക്ഷെ CMRLനല്ല വന്നിട്ടുണ്ടാവുക, അത് ഈ പറഞ്ഞ മാതിരി ആളുകൾക്ക് കൊടുക്കാനായില്ല. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സബ് കോൺട്രാക്ടർക്ക് പണി കൊടുക്കും. സബ് കോൺട്രാക്ടർ എന്ത് ചെയ്യും? സബ് കോൺട്രാക്ടർ പണി ചെയ്യലല്ല, പണിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഈ പൈസ വിതരണം ചെയ്യലാണ്. സബ് കോൺട്രാക്ടർ കൊണ്ടുപോയി രമേശ് ചെന്നിത്തലയ്ക്കോ കുഞ്ഞാലിക്കുട്ടിക്കോ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിക്കോ സതീശനോ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ ഇവരുടെ കണക്കിൽ ശരിയാണ്, ചെളി മാറ്റാൻ 138 കോടി രൂപ. പക്ഷെ ചെളി മാറ്റാനല്ല, രാഷ്ട്രീയത്തിലെ ചെളി ഉണ്ടാക്കാനാണ് അവർ കൊടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലൊരു ഉഡായിപ്പ് പരിപാടിയാണ് എക്സാലോജിക്ക് ഉണ്ടായത്. അപ്പൊ എക്സാലോജിക്ക് എന്ത് സേവനമാണ് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ പറ്റിയൊരു പ്രശ്നം വെച്ചാൽ ഈ വീണ വിജയനെ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിക്കാൻ പാർട്ടി ഇടപെട്ടതാണ് പാർട്ടിക്ക് കുരുക്കായത്. ഞാൻ അതാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കോടിയേരി ബാലകൃഷ്ണ സഖാവിന്റെ മകന് കേസ് വന്നു. പാർട്ടിയുടെ നിലപാടെന്താ? വ്യക്തിയാണ്, കേസാണ്, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, അയാൾ കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടും, പാർട്ടിക്ക് അതിൽ റോളൊന്നുമില്ല. ആ നിലപാട് ഇവിടെ എടുത്തില്ല.
ഈ കേസിൽ ആ നിലപാടെടുത്തില്ല. ഗോവിന്ദ മാഷ് മുതൽ പി രാജീവ് വരെ എല്ലാവരും ഇതിനെ ന്യായീകരിക്കാൻ നിന്നു. വീണ വിജയൻ വലിയ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്, വലിയ ചാനലിലൊക്കെ വന്നിരുന്ന് അവർ വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞു. എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തു എന്ന് ചോദിച്ചു. അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ കൊടുത്തിട്ടില്ല. പിന്നെ MS ഓഫീസ് കൊടുത്തു, MS ഓഫീസിന് സപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എക്സൽ കൊടുത്തു, ആക്സസ് കൊടുത്തു എന്നൊക്കെയാണ് പിന്നത്തെ കഥ. ഇതൊന്നും നമുക്കറിയാം 50 റുപ്യക്ക് റോഡിൽ വലിയ പൈറേറ്റഡ് വരെ കിട്ടുന്ന സാധനങ്ങളാണ്, നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിലുള്ള സാധനമാണ്. അങ്ങനെ വരുമ്പോൾ എന്തിനീ പൈസ കൊടുത്തു എന്ന ചോദ്യം. അപ്പൊ പൈസ കൊടുത്തത് സേവനമില്ല എന്ന് ഈ CMRന്റെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരോട് സേവനമൊന്നും തന്നില്ല. മാത്രമല്ല ഇവർക്ക് കരാറുണ്ടാക്കിയ സേവനം, ആ കരാറിലെ സേവനം വേറെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ പൈസക്ക്. ഇവർക്ക് ഇപ്പൊ 2.25 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന സേവനമുള്ളൂ. ആ സേവനം കൊടുത്തിട്ടുണ്ട്, അത് അവർ കൊടുത്തിട്ടുണ്ട്, സേവനം കൊടുത്തിട്ടുണ്ട്, അത് തീർന്നു. അപ്പൊ പിന്നെ ഇവർക്ക് എന്തിനു പൈസ കൊടുത്തു? ഈ ചോദ്യമാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ തോതിൽ വന്നത്. അതും വീണ വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടി വന്നതോടുകൂടിയാണ്. അല്ലെങ്കിൽ വീണ വിജയൻ, രണ്ടാമത്തെ പ്രശ്നം, വീണ വിജയന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് AKG സെന്റർ സ്ഥാപനമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനി വരാൻ പാടില്ല. AKG സെന്റർ എന്ന് പറഞ്ഞാൽ പഠന ഗവേഷണ കേന്ദ്രത്തിനാണ്. അത് വേറെ വിലുവാൽ വരുന്നുണ്ട്. പാർട്ടി ഓഫീസിന് വേണ്ടി കൂടിയല്ല പണം കൊടുത്തത്. ഒരു റിസർച്ച് സെന്ററിനാണ് AKGയുടെ പേരിൽ റിസർച്ച് സെന്റർ. അവിടെ പാർട്ടി ഓഫീസ് നടത്തി. പാർട്ടി ഓഫീസ് മാത്രമല്ല, അവിടെ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ സെന്ററുമായിട്ട് നടത്തി. ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതിന്റെ രജിസ്ട്രേഡ് ഓഫീസാണ്, അത് AKG സെന്ററാണ്. അപ്പൊ പാർട്ടിക്ക് ഇത് കുരുക്കാവുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ല. പിണറായി വിജയന്റെ മകളാണെങ്കിൽ ഒരു കമ്പനി എടുത്ത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഒരു 2024 മൊഴി വീണ ശരിവെച്ചതായിട്ട് അല്ല, പറഞ്ഞു. അവിടെയാണ് അടുത്ത പോയിട്ട് വരുന്നത്. എന്തിന് പൈസ കൊടുത്തു? അപ്പൊ ഇതല്ലാതെ പൈസ കൊടുത്തു. കർത്താവിന്റെ മൊഴിയും അതിന് മുമ്പുള്ള മൊഴികളും വ്യക്തമായി പറയുന്ന ഒരു കാര്യം, പിണറായി വിജയന്റെ മകളായതുകൊണ്ട് കൊടുത്തതാണ്, അതെ, പിണറായിക്ക് വേണ്ടി കൊടുത്തതാണ്. എന്നുവെച്ചാൽ പിണറായി വിജയന് റൂട്ട് ചെയ്യാൻ പൈസ കൊടുത്തതാണ്. അതൊരു വലിയ അഴിമതിയുടെ കഥയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ഒരു ഫേക്ക് കമ്പനി വഴി പണം കൊടുത്തു എന്ന് കൊടുത്ത ആൾ തന്നെ 2024 മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി വീണ വിജയൻ ശരിവച്ചിട്ടുണ്ട്. എന്റെ അച്ഛന് വേണ്ടിയാണ് ഈ പൈസ ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്താണ്? ഈ പൈസ ഇവർ എന്ത് ചെയ്തു? അവരുടെ സ്വത്ത് കണ്ടുകെട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പൈസ ഇവർ എന്ത് ചെയ്തു? ഈ പൈസ ഇവർ ആർക്കോ കൊടുത്തു? വീണ വിജയന്റെ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഈ 2.78 കോടി രൂപ എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ ഇതിന്റെ വളരെ നിർണായകമായൊരു പ്രശ്നമാവും. അത് കണ്ടെത്തണമെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ പൈസ? മറ്റു രീതിയിൽ അവർ പരിശോധിക്കും, അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടി? ഇത് പാർട്ടിക്ക് വേണ്ടി മേടിച്ചതാണ്, അതോ നിങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടിയതാണ്, അതോ നിങ്ങൾ വീട് പണിയാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ഇന്ന കാര്യത്തിന് എടുത്താണ്? ആ പണം എവിടെ? നമുക്കറിയാം, ലോക്കറുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ലോക്കറിൽ പൈസ വെച്ചിരുന്നു എന്നൊക്കെ ഒരു വിവാദമുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തുന്ന കണ്ണി ഇപ്പോഴാണ് വരുന്നത്. മറ്റേ ഇതുവരെ പിണറായി വിജയന്റെ മകളായിരുന്നു, AKG സെന്റർ ആയിരുന്നു ഓഫീസ്, പാർട്ടി സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ കൂടി ഭാഗമാണ് ഇപ്പൊ ഇവർ പെട്ടുപോയത്. പ്രശ്നം എന്താ വെച്ചാൽ, വീണ വിജയന്റെ താമസിച്ച വീടുകൾ റെയ്ഡ് ചെയ്തു. പിണറായി വിജയന്റെ വീടല്ല, വീണ വിജയൻ താമസിച്ച വീടുകൾ റെയ്ഡ് ചെയ്തു. അതിൽ പിണറായി വിജയൻ ഇപ്പൊ താമസിക്കുന്ന വീടും പഴയ പിണറായിലെ വീടും ഇവരുടെ ഹസ്ബൻഡിന്റെ കോഴിക്കോടുള്ള വീടുമാണ് റെയ്ഡ് ചെയ്തത്. അന്ന് എന്തൊരു ബഹളായിരുന്നു ഇവിടെ. ഇപ്പൊ 10-20 പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുക, ജാമ്യം കിട്ടാം. 1-2 പേർക്കിട്ടേ കഷ്ടിച്ച് ജാമ്യം കിട്ടിയുള്ളൂ. ആളുകൾ ജയിലിൽ കിടക്കുക. EDയുടെ കാറ് തല്ലി പൊളിച്ചു, പ്രശ്നങ്ങളായി. അത് വേറെ തരത്തിൽ ഇപ്പൊ CBI അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ തോതിലുള്ള ബഹളം നടക്കുകയാണ്. അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം ഇനി ED വീണയുടെ അടുത്ത് വന്നാൽ ജനങ്ങൾ മിണ്ടില്ല. അതിനുശേഷം പല പ്രാവശ്യം EDയുടെ അടുത്ത് വീണ പോയി. ഇനി അടുത്ത ചോദ്യം എന്താണ്? പിണറായി വിജയനെ വിളിപ്പിച്ചാൽ പാർട്ടി എന്തു ചെയ്യും? പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് ഉത്തരങ്ങൾ സ്വീകാര്യമല്ലെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് ED തീരുമാനിക്കുന്നു. അപ്പോൾ CPM എന്ത് ചെയ്യും എന്നതാണ് പ്രധാന ചോദ്യം. അതാണ് ഇതിന് മുമ്പിലുള്ള ചോദ്യം. CPM പിണറായി വിജയനെ തള്ളി പറയുന്നു. ഇപ്പോഴും ഇത്രയൊക്കെ ചർച്ച നടന്നിട്ടും പാർട്ടിയുടെ അടിമുടി മാറ്റും എന്ന് പറഞ്ഞപ്പോഴും മാറ്റാത്ത, മുടി എന്തായാലും മാറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി വിജയനും MP ഗോവിന്ദനും പോവില്ല എന്ന് ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഇപ്പോഴും ഇതിന്റെ ഏറ്റവും നേതൃസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ മുഖമായി, CPMന്റെ മുഖമായി ഇനിയും ഇരുത്തുമോ? ഇതാണ് ചോദ്യം. അപ്പോ പിണറായി എന്നെ കൊടുക്കാൻ വരുന്നു, ഈ കഥയൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്, എല്ലാവരും പറയാറുണ്ട്. എന്നെ കൊടുക്കാൻ കുറെ കാലമായില്ലേ ശ്രമിക്കുന്നു, എങ്ങനെയൊക്കെ ഞാൻ തടഞ്ഞു നിർത്തിയെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോ ഇനിയിപ്പോ
കുന്തമുന പിണറായിലേക്ക് വന്നാൽ ഇ ഡി വന്നാൽ, പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇ ഡി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയാണെന്ന് കരുതുന്ന ഒരാളല്ല. ഇ ഡി കൃത്യമായും പ്രവർത്തിക്കുന്നത് അവരുടെ ബോസ് പറയുന്ന ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ്. അപ്പൊ അവർ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്, അതാണ് ചോദ്യം. ഈ ഇ ഡിയുടെ ബോസുമാർ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? പിണറായി വിജയനെ കുറ്റക്കാരനാണെങ്കിൽ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുമ്പോട്ട് പോകും? അവരത് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇത് അന്വേഷിച്ച് സത്യം കണ്ടെത്തണം എന്ന് ഇ ഡി യഥാർത്ഥത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി കുടുങ്ങും. അല്ലെങ്കിൽ ഇല്ല, ഇനി എക്സ്ക്യൂസ് കൊടുക്കാം, ഏതെങ്കിലും സഹായങ്ങൾ വേറെ രീതിയിൽ കിട്ടാം, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പല സാധ്യതകളും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിൽ മുമ്പോട്ട് പോകും? ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ടത് തന്നെ ഇങ്ങനെ എന്തോ ഒരു ഭീഷണിയുടെ പുറത്താണെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. കരിമണൽ കർത്താവിന് ഖനനാനുമതി കൊടുത്തത് ഇതിന്റെ ഭാഗം എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് എക്സസ് ഭൂമി കൊടുത്തത്. ഇനി അതുകൂടി ബന്ധപ്പെടുത്തിയ കർത്താവിന് കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനം വഴിവിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഇ ഡിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇത് അഴിമതി നിരോധന നിയമത്തിലും വരും. മണി ലോണ്ടറിംഗ് വിട്ട് അഴിമതി നിരോധന നിയമത്തിലേക്ക് വരും. അങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കേസ് വിജിലൻസ് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകും. താല്പര്യമുണ്ടോ? മൂന്നാമത്തെ വിഷയം, ഈ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് ഇതിനോട് എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. അവരെങ്ങനെയാണ് ഇതിനോട് സ്വീകരിക്കാൻ പോകുന്ന സമീപനം? ഇപ്പോൾ ഇ ഡി ആക്രമിച്ച കേസിൽ പോലും ആദ്യം ദുർബലമായിട്ടാണ് കേസിട്ടതെന്നും CPM-നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത, അങ്ങനെ അഭിപ്രായം ഇ ഡിക്കുണ്ട്. അങ്ങനെയാണ് അവർ കക്ഷി ചേരുന്നതൊക്കെ. ഒരാൾക്ക് ജാമ്യം കിട്ടുന്നു, ഇതൊക്കെ വരുന്നുണ്ട്. ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നതൊക്കെ പഴയ കാലത്തെ പ്രോസിക്യൂട്ടർ തന്നെ തുടരുന്നു എന്നുള്ള വാദമൊക്കെ ഉണ്ട്. അപ്പൊ പരസ്പരം സഹായിക്കുകയാണോ എന്ന തോന്നൽ അവർക്കുണ്ടോ? അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ CPM-നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും BJP ഗവൺമെന്റിനും ഉണ്ട്, കേരള ഗവൺമെന്റിനും ഉണ്ട്. ഇവരുടെ മൂന്ന് പേരുടെ മുമ്പിൽ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും പിണറായി കുടുങ്ങുമോ ഇല്ലയോ എന്നതിനുള്ള മറുപടി.